നമുക്കിന്ന് ഇലയട ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. ഇതിനകത്ത് ഞാനിവിടെ ഫില്ലിംഗ് ആയിട്ട് ഏത്തപ്പഴവും അതുപോലെ തേങ്ങ ചിരകിയതും ശർക്കരപ്പാനിയിൽ നന്നായിട്ട് വരട്ടിയെടുത്തിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഇലയട ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് ശർക്കര പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 2 അച്ച് ശർക്കരയാണ്. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ടിടാം. എന്നിട്ട് ഗ്യാസ് കത്തിക്കാം. എന്നിട്ട് ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഈ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഈ ശർക്കരപ്പാനി ഞാൻ അരിക്കുന്നില്ല. ഇതിൽ കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. ഇപ്പോൾ ഇത് പതഞ്ഞ് വരുന്നുണ്ട്. നമുക്കപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് അതിലോട്ട് ഒരു വലിയ ഏത്തപ്പഴം 4ആയിട്ട് കീറി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ ഏത്തപ്പഴം ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് ഉടയണം. ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇതിലോട്ടിനി ഒരു 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർക്കുമ്പോൾ ഈ മിക്സിന് നല്ലൊരു മണമായിരിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം വെള്ളം കുറച്ച് വറ്റി വരുന്നുണ്ട്. നമുക്കിനി ഇതിലോട്ട് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ ചിരകിയതും ഏത്തപ്പഴവും ഈ ശർക്കരപ്പാനിൽ കിടന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. ഇപ്പം വെള്ളം കുറച്ച് വറ്റി വരുന്നുണ്ട്. ഇപ്പം വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഏത്തപ്പഴം മിക്സിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഇലയടയ്ക്ക് വേണ്ടിയുള്ള മാവൊന്ന് വാട്ടിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് 1 കപ്പ് അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ പൊടി ഇങ്ങനെ തിളച്ച വെള്ളത്തിൽ വാട്ടിയിട്ട് ഈ ഇലയട ഉണ്ടാക്കുമ്പോൾ ഇലയട നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്യാസ് ഓഫാക്കിയിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചെറുതായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ വാഴയിലയിൽ പരത്തിയിട്ടാണ് ഈ ഇലയട ഉണ്ടാക്കുന്നത്. നന്നായിട്ട് കുഴച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് ബോളുകളാക്കി എടുത്തിട്ട് വാഴയിലയിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. വാഴയിലയിൽ ഞാൻ അല്പം എണ്ണ തടവിയിട്ടുണ്ട്. അല്പം വെള്ളം തൊട്ട് ഇത് നമുക്കൊന്ന് പരത്താം. ഇത് നല്ല നൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കണം. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ വാഴയിൽ ഒന്ന് മടക്കിയിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇലയട ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കത് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ട. അങ്ങനെ ബാക്കിയുള്ള ഇലയടയും നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഒരു ഇഡലി കുക്കറിൽ വെച്ചിട്ടാണ് ഞാനിത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ് വേവിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഇത് നമ്മൾ വാട്ടിയ മാവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ആയി വന്നതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫാക്കി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഇലയട ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റാണ്. ഈ ഇലയട നമുക്ക് പലതരത്തിലുള്ള ഫില്ലിങ് വെച്ച് ചെയ്യാവുന്നതാണ്. ഇത് ശർക്കരപ്പാനിയിൽ തേങ്ങ തന്നെ വിളയിച്ചെടുത്തോ അല്ലെങ്കിൽ തേങ്ങയും നല്ല പഴുത്ത വരിക്കച്ചക്ക ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് ശർക്കരപ്പാനിയിൽ നമുക്ക് വിളയിച്ചെടുത്തും ഇതിന് ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഹെൽത്തിയായ ഇലയടയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഹന്നാസ് റെസിപ്പീസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം.